കഴിഞ്ഞ ദിവസം കുമളിയിൽ മംഗളാദേവി ക്ഷേത്രം കാണാൻ വേണ്ടി എത്തിയപ്പോഴാണ് എന്നോട് അരുൺ ചോദിച്ചത്, പടി തൊട്ടടുത്ത് കാണാൻ പറ്റിയ വല്ല സ്ഥലമുണ്ടാ? ഞാൻ പറഞ്ഞു ഒരു 19 കിലോമീറ്റർ മാറി, അതായത് തമിഴ്നാട്ടിലാണ്. ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടങ്ങളുണ്ട്, വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. പക്ഷേ സമയം ഇപ്പം തന്നെ 5:30, അവിടെ എത്ര മണി വരെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും വേണമെങ്കിൽ നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊല്ലം തേനി NH ഹൈവേ 183 യാത്ര ചെയ്ത് നല്ല മനോഹരമായ കാഴ്ച. ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴായിട്ട് പാസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഹൈവേ ആണ്. കാണാൻ നല്ല ഭംഗിയാണ്, പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഒരുപാട് തോട്ടങ്ങൾ, കൃഷിയിടങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യാം. അവിടുത്തെ കൃഷികളെന്ന് പറയുമ്പോൾ വാഴ, വെണ്ട, സവാള, വാളംപുളി, പയറ്, പടവലം, മുളക്, തെങ്ങ്, മാവ്, കോവൽ, അങ്ങനെയുള്ള ഒരുപാട് കൃഷികളുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് സ്പോട്ടിൽ നിന്ന് വാങ്ങാം. ഇത് ഏതായാലും മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് MSR മുന്തിരിത്തോട്ടം. ഏകദേശം കുമളിയിൽ നിന്ന് 19 കിലോമീറ്ററിനുണ്ട്. ഫ്രീ ആണ് അതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം. അകത്ത് നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവർ തന്നെ ഈ മുന്തിരി വെച്ചിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ ബോക്സിന് 3 കിലോ 150 രൂപ, അതുകൂടെ 5 കിലോ 300 രൂപ, അങ്ങനെയൊക്കെയാണ് മുന്തിരി വരുന്നത്. ഏതായാലും ഇവിടെ 7 മണി വരെ ഉള്ളൂ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഷോപ്പുകളൊക്കെ തുറന്നിരിക്കും പുറത്തത്തെ. ഏതായാലും ഒരു 6:45 ഇവിടെ എത്തി. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഹാപ്പിയായി. പിന്നെ അവർ തന്നെ ഫേസ് വാഷ്, പിന്നെ അതുകൂടാതെ തന്നെ ഹാൻഡ് വാഷ്, പിന്നെ അതുകൂടാതെ മുന്തിരി അച്ചാറുകൾ, പിന്നെ വിദേശീന പക്ഷികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, പാമ്പ്, പിന്നെ 99 രൂപ കൊടുത്താൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വേറെ. പിന്നെ ഒരു സമ്മാനമുണ്ട്, 105 സെക്കൻഡിൽ തൂങ്ങിക്കിടന്നാൽ 500 രൂപ സമ്മാനമായിട്ട് കിട്ടും. അങ്ങനെ ഒരു ചിലവഴിക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഇടമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ കേരള ബോർഡർ ആയതിൻ്റെ പേരിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. പിന്നെ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ തമിഴ് ഭാഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. പ്രധാനപ്പെട്ട കവാടം കഴിഞ്ഞാൽ അവിടെ മലയാളം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കുള്ള കവാടത്തിൽ എഴുതിയിരിക്കുന്ന മുന്തിരിത്തോട്ടം പ്രത്യേകം എടുത്തിരിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് പോവുക, ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ്.